പ്രിയമുള്ള എല്ലാവർക്കും നമസ്കാരം. സാഹിത്യമംഗലത്തിൽ ഇന്ന് രചനാ ചർച്ചയാണ്. രചനാ ചർച്ചയിൽ ഒരു കഥയാണ് ചർച്ച ചെയ്യുന്നത്. കഥയുടെ പേര് കാത്തിരിപ്പിൻ്റെ രുചി. കഥാരചന വിജീഷ് പുളിപ്പറമ്പിൽ. ശബ്ദം നൽകിയത് സുവിൻ കയ്പമംഗലം. കഥ തുടങ്ങുന്നു. അപ്പുവിന് അന്ന് 9 വയസ്സാണ്. ഇടവപ്പാതി തകർത്തു പെയ്യുന്ന ഒരു ശനിയാഴ്ച. തിരുവാതിര ഞാറ്റുവേലയുടെ തണുപ്പിൽ വിറകടുപ്പിൻ്റെ അരികിൽ അമ്മയോട് ചേർന്ന് അപ്പു ഇരിക്കുകയായിരുന്നു. ഉമ്മറത്ത് അച്ഛൻ നനഞ്ഞ കുടമടക്കി വെച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ദേവി, ഇന്ന് കുറച്ചു ബീഫ് കിട്ടി, നല്ല ഒന്നാന്തരം പോത്തിറച്ചി. അപ്പു ചാടി എഴുന്നേറ്റു. വർഷത്തിൽ 2-3 വട്ടം മാത്രം വീട്ടിൽ നടക്കുന്ന അത്ഭുതമാണ്. ഇന്ന് ഈ കനത്ത മഴയത്ത് അച്ഛൻ ടൗണിൽ പോയപ്പോൾ വാങ്ങിക്കൊണ്ടു വന്നതാണ്. പ്ലാസ്റ്റിക് കവർ പോലുമില്ലാത്ത കാലം. വാഴയിലയിൽ പൊതിഞ്ഞ് ചണനൂലുകൊണ്ട് കെട്ടിയ ആ പൊതി അച്ഛൻ അമ്മയുടെ കൈകളിലേക്ക് കൊടുത്തു. അമ്മ ആ പൊതി അഴിച്ച് ഇറച്ചി കഷണങ്ങളാക്കി കഴുകി വൃത്തിയാക്കാൻ തുടങ്ങി. ഇന്നത്തെ പോലെ ഫ്രിഡ്ജില്ല, മിക്സിയില്ല, കുക്കറുമില്ല. അമ്മ അമ്മിക്കല്ലിൽ ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി എന്നിവ ചതച്ചെടുത്തു. മൺകലത്തിലേക്ക് ഇറച്ചി കഷ്ണങ്ങളും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചതച്ച മസാലകളും ചേർത്ത് നന്നായി തിരുമ്മി. അടുപ്പിലെ വിറകുകൊള്ളികൾ നന്നായി കത്തിച്ച് കലം അതിലേക്ക് വെച്ചു. അമ്മേ, എപ്പോഴാവും? അപ്പു ചോദിച്ചു. ഇതിന് നല്ല വേവുണ്ട് മോനെ, കുറേ സമയം പിടിക്കും, നീ പോയിരുന്ന് പഠിക്ക്, അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പഠിക്കാനിരുന്നെങ്കിലും അപ്പുവിൻ്റെ മനസ്സ് അടുക്കളയിലായിരുന്നു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇറച്ചിയിലെ വെള്ളമെല്ലാം വറ്റി. അമ്മ അതിലേക്ക് മല്ലിപ്പൊടിയും മുളകുപൊടിയും ചേർത്തപ്പോൾ തനി നാടൻ ഇറച്ചിക്കറിയുടെ മണം വീട് മുഴുവൻ പരക്കാൻ തുടങ്ങി. ജനൽ വഴി ആ മണം പുറത്തേക്ക് ഒഴുകി. തൊട്ടടുത്ത വീട്ടിലെ രാമു ജനലിലൂടെ നോക്കി അപ്പുവിനോട് ആംഗ്യം കാണിച്ചു. ഇറച്ചിയാണല്ലേ? അപ്പു അഭിമാനത്തോടെ തലയാട്ടി. സമയം 2 മണിക്കൂർ കഴിഞ്ഞിട്ടും ഇറച്ചി പാകമായിട്ടില്ല. വിറകിൻ്റെ കനലിൽ കിടന്ന് അത് പതുക്കെ വെന്തു വരികയാണ്. അമ്മ ഇടയ്ക്കിടെ തവിയിട്ട് ഇളക്കുമ്പോൾ വരുന്ന മണം അപ്പുവിൻ്റെ വിശപ്പ് ഇരട്ടിയാക്കി. അമ്മ അടുപ്പിൽ നിന്നും ഒരു ചെറിയ കഷണം ഇറച്ചി തവിയിലെടുത്ത് ഊതി അപ്പുവിൻ്റെ നാവിൽ വെച്ചു കൊടുത്തു. എങ്ങനെയുണ്ട്? വെന്തിട്ടുണ്ടോ? നല്ല രസം, പക്ഷേ ഇത്തിരി കൂടി വേവാനുണ്ട് അമ്മേ, അപ്പു കണ്ണുകളടച്ച് ആസ്വദിച്ചു പറഞ്ഞു. ഒടുവിൽ 3 മണിക്കൂറിലധികം നീണ്ട കാത്തിരിപ്പിന് ശേഷം അമ്മ വെളിച്ചെണ്ണയിൽ കറിവേപ്പിലയും ചുവന്നുള്ളിയും മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിച്ചു. ചരപര എന്ന ആ ശബ്ദത്തോടൊപ്പം കറിയുടെ മണം അതിൻ്റെ പൂർണ്ണതയിലെത്തി. രാത്രിയിലെ കഞ്ഞിക്ക് കൂടെ ആ ഇറച്ചിക്കറി കൂട്ടിക്കഴിക്കുമ്പോൾ അപ്പുവിന് തോന്നിയത് താൻ ലോകത്തിലെ ഏറ്റവും വലിയ രാജാവാണ് എന്നാണ്. കറി വറ്റിച്ച ആ മൺകലത്തിൽ കുറച്ചു ചോറിട്ട് ഇളക്കി അച്ഛനും അമ്മയും അപ്പുവും ചേരുമ്പോൾ നൽകിയ ഒരു കുഞ്ഞുരുള ചോറിൻ്റെ രുചി അത് സമാനതകളില്ലാത്തതായിരുന്നു. ഇന്ന് അടുക്കളയിൽ കുക്കർ 3 വിസിലടിക്കുമ്പോൾ ചിക്കനും ബീഫും റെഡിയാകും. മിനിറ്റുകൾക്കുള്ളിൽ ഭക്ഷണം മുന്നിലെത്തും. പക്ഷേ അന്ന് ആ 3 മണിക്കൂർ കാത്തിരുന്നപ്പോൾ കിട്ടിയ ആ സന്തോഷവും ആ മൺകലത്തിൽ നിന്നും ഉയർന്ന നാടൻ മണവും ഇന്നത്തെ ഒരു ഫാസ്റ്റ് ഫുഡിനും തരാൻ കഴിയില്ലെന്ന് ഓർക്കുമ്പോൾ അപ്പുവിൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ പഴയ മഴക്കാലം പെയ്യും. നന്ദി. ഏകോപനം നടത്തുന്നത് സുവിൻ കയ്പമംഗലം.